5 മാസം മുൻപ് UAE-ലെത്തുകയും പിന്നീട് വിസിറ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞ് ഓവർ സ്റ്റേ ആവുകയും ചെയ്ത ഒരു വ്യക്തിയുണ്ട്, ശ്രീലങ്കക്കാരൻ ബദറുദ്ദീൻ. ശ്രീലങ്ക இப்போ 5 மாதமாயிட்டு ഇവിടെ வந்து எனக்கு ஃபைன் ஆயிடுச்சு. நான் நாட்டுக்கு போகணும். எனக்கு அது ஏற்பாடு பண்ணி கொடுக்க அல்ல அந்த குடும்பமாக எனக்கு ஏற்பாடு பண்ணி கொடுத்தா மோதியா. ഇദ്ദേഹം ശ്രീലങ്കക്കാരനാണ്, ബദറുദ്ദീൻ എന്നാണ് പേര്. 5 മാസം മുൻപാണ് UAE-ലെത്തിയത്. പിന്നീട് വിസിറ്റ് വിസ പുതുക്കാനാവാതെയാണ് ഓവർ സ്റ്റേ വന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിൽ 3750 ദിർഹമാണ് ഫൈൻ ഉള്ളത്. പൊതുമാപ്പ് UAE-ൽ നടക്കുന്നുണ്ടെങ്കിലും പൊതുമാപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഫൈൻ വരുന്നത്. അതുകൊണ്ട് തന്നെ പൊതുമാപ്പിന്റെ ഇളവ് തൽക്കാലം ഇദ്ദേഹത്തിന് ലഭിക്കില്ല. മുന്നാടി ഡ്രൈവർ പണി பண்ணி எனக்கு பிள்ளைங்க குட்டி குட்டி பிள்ளைங்க 5 பிள்ளைங்க இருக்கு. அவங்களுக்கு ரொம்ப கஷ்டம் சாப்பாட்டுக்கெல்லாம். எனக்கு ஸ்ரீலங்காவில் மழை வந்து வீடெல்லாம் வெள்ளம் பிடிச்சி എല്ലാം പഴുതായിരിച്ച്. ഇപ്പൊ സാപ്പാടുക്ക് ரொம்ப കഷ്ടപ്പെടുക. പ്രവാസത്തിന്റെ ഇരുണ്ട കഥകൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. മലയാളി എന്നോ ശ്രീലങ്കൻ എന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനി എന്നോ വ്യത്യാസമില്ല, അനുഭവിക്കുന്നത് വലിയ ദുരിതങ്ങളാണ്. കിഡ്നി ഫെയിലിയർ ആയിട്ട് ഇருக்கு. മറ്റത് എനിക്ക് ബ്ലഡ് പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്. മറ്റത് എനിക്ക് ഉടമ്പ് ഒരു കൈ ആക്സിഡൻ്റ് ആയി ഉടഞ്ഞിരിച്ച്. அது ஆஃபுന്ന வேலை பண்ணி எலும்பெல்லாம் வெளியே பாஞ்சிருச்சு. இங்கே யார் கூட ஸ்டே பண்ணுறோம்? நான் ഇവിടെ പാകിസ്ഥാൻ ഒരു ആളോട് தான் സ്റ്റേ பண்ணுறேன். ഈ ഒരു ഇരുണ്ട മുറിയിൽ ഒരു പാകിസ്ഥാനിയുടെ കാരുണ്യത്തിലാണ് ഇദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞു വരുന്നത്. ഒരു ദിവസത്തിൽ ഒരു നേരമൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. മാത്രമല്ല നിരവധി രോഗങ്ങൾ അലട്ടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതി കണ്ടാൽ തന്നെ അറിയാം, നിരവധി രോഗങ്ങൾ അദ്ദേഹത്തിനുണ്ട്. കിഡ്നി ഫെയിലിയർ ആയി എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ ഷുഗർ, പ്രഷർ തുടങ്ങി ഒട്ടനവധി വാർദ്ധക്യ സഹജമായ രോഗങ്ങളിലും അദ്ദേഹം ബുദ്ധിമുട്ടുന്നതായാണ് പറയുന്നത്. മനുഷ്യത്വത്തിന് പരിധികളോ രാജ്യാതിർത്തികളോ ഇല്ല. ഇദ്ദേഹത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും സഹായിപ്പിക്കാൻ സാധിക്കുന്നവർ താഴെ കാണിച്ച മാധ്യമത്തിൻ്റെ ഔദ്യോഗിക നമ്പറിൽ ബന്ധപ്പെടുക.